നമസ്കാരം. ഇന്നേറെ ഞെട്ടൽ ഉളവാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് തിരുവനന്തപുരം SUT ആശുപത്രിയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. അതായത് 60 വയസ്സുകാരിയായിട്ടുള്ള ഭാര്യയെ കൊലപ്പെടുത്തിയതിനു ശേഷം ആശുപത്രിക്ക് അകത്തു തന്നെ ഭർത്താവ് ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുന്നത്. ഏകദേശം ഇന്ന് രാവിലെ 5:30യോടെയാണ് ആത്മഹത്യാ ശ്രമം കൊലപാതകമൊക്കെ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് വിവരം. തന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയതിനു ശേഷം രണ്ടാമത്തെ നിലയിൽ ചികിത്സയിൽ കഴിയുന്ന ഭാര്യയെ കൊലപ്പെടുത്തിയതിനു ശേഷം കെട്ടിടത്തിന്റെ, അതായത് ആശുപത്രി കെട്ടിടത്തിന്റെ 5ാമത്തെ നിലയിലേക്ക് എത്തി അവിടെ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യാനായിരുന്നു ഭർത്താവായിട്ടുള്ള ബാസുരേന്ദ്രന്റെ തീരുമാനം. ഈ സംഭവത്തിൽ ഇയാൾ ചാടാൻ ശ്രമിക്കുമ്പോൾ, അതായത് ആശുപത്രിക്ക് അകത്തുള്ള സ്റ്റെയറിന്റെ മുകളിൽ നിന്ന് ആ സ്റ്റെയറിന് മധ്യഭാഗത്തുള്ള സ്പേസിലേക്ക് ചാടാൻ ശ്രമിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ചില നഴ്സുമാർ ഈ വിവരങ്ങൾ ശ്രദ്ധിക്കുന്നത്. ഇതോടുകൂടെ അവരെ തടയാൻ ശ്രമിച്ചുവെങ്കിലും അപ്പോഴേക്കും ഇയാൾ താഴോട്ട് പതിച്ചിരുന്നു. എന്നാലും അതീവ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ചികിത്സയിൽ തുടരുകയാണ് എന്നാണ് വിവരം. ഭാര്യ മരണപ്പെട്ടിരിക്കുകയാണ്. നിലവിൽ ഈ ഒരു സാഹചര്യവുമായി ബന്ധപ്പെട്ട് എന്താണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതിനെ കുറിച്ച് വ്യക്തതയില്ല. എങ്കിൽ പോലും സാമ്പത്തിക ബുദ്ധിമുട്ടും വാർദ്ധക്യവും അത് തന്നെ നിരാശപ്പെടുത്തിയിരിക്കാം എന്നുള്ള സാഹചര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം 60 വയസ്സോളമാണ് ജയന്തിക്ക് ഉണ്ടായിട്ടുള്ളത് എന്നാണ് വിവരം. അതേസമയത്ത് 72-ലധികം വയസ്സ് ബാസുരേന്ദ്രന് ഉണ്ട് എന്നാണ് സൂചന. എന്തായാലും സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണമാണ് ഇരുവരും മരണപ്പെട്ടിരിക്കുന്നത് എന്നുള്ള പ്രാഥമിക നിഗമനമാണ് നിലവിലത്തെ സാഹചര്യത്തിൽ പുറത്തു വരുന്നത്. 2 മക്കളുള്ള ഇവരിൽ ഒരു മകൾ ആശുപത്രിയിൽ ഉടൻ തന്നെ എത്തുകയും ഇവിടെ ഉണ്ട് എന്നുമാണ് വിവരം. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികളടക്കം തുടരുകയാണ്. ബാസുരേന്ദ്രന്റെ ചികിത്സ ഇതിനകത്ത് തുടരുകയാണ്. നില അതീവ ഗുരുതരമാണ് എന്നുള്ള സാഹചര്യമാണ് പുറത്തു വരുന്നത്. അതേസമയത്ത് ഇയാൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഇത് ശ്രദ്ധയിൽപ്പെട്ട നഴ്സുമാർ വിവരം അറിയിക്കാൻ, അതായത് ഇയാൾ താഴേക്ക് ചാടാൻ ശ്രമിക്കുന്നു എന്ന് പറയാൻ വരുന്ന സാഹചര്യത്തിലാണ് നിലവിൽ ആ ഒരു സ്ഥലത്ത് ഒരു കൊലപാതകമടക്കം നടന്നിരിക്കുന്നു എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നത്. ബാസുരേന്ദ്രൻ താഴോട്ട് പതിക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ പതിച്ചു എന്ന് പറയാൻ വേണ്ടി നഴ്സുമാർ താഴേക്കുള്ള ജയന്തിയുടെ റൂമിലേക്ക് എത്തുകയായിരുന്നു. അവിടെ ചെന്ന് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ജയന്തി മരണപ്പെട്ട് കിടക്കുന്നതായിട്ട് വ്യക്തമായത്. ബാസുരേന്ദ്രൻ തന്നെ ജയന്തിയെ കൊലപ്പെടുത്തി എന്നുള്ള സ്ഥിരീകരണമാണ് പുറത്തു വരുന്നത്. വൃക്ക രോഗിയായിട്ടുള്ള ജയന്തി ഏകദേശം 10 ദിവസത്തിലധികമായിട്ട് SUT ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയായിരുന്നു. ഏകദേശം 1 വർഷത്തിലധികമായിട്ട് ഇരുവരും വാർദ്ധക്യകാല അസുഖം ഉൾപ്പെടെ വൃക്ക രോഗമടക്കം ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ചികിത്സ തുടരുന്നതിനിടയിലാണ് ഇലക്ട്രിക് ബെഡിന്റെ വയർ ഉപയോഗിച്ച് അവരെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് വിവരം. എന്തായാലും പ്രാഥമിക അന്വേഷണത്തിന് പോലീസ് സംഘമടക്കം ഇപ്പോൾ ആശുപത്രി പരിസരത്ത് ഉണ്ട്. ഇവിടെ നിന്ന് ഇൻക്വസ്റ്റ് നടപടികളടക്കം പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് സൂചന. പോലീസ് സംവിധാനങ്ങളടക്കം ഇവിടെ വന്ന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ തുടരുകയാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കണം എന്നുള്ള പ്രാഥമിക നിഗമനത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും അതീവ ഗുരുതരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾക്ക് കേട്ടതാണ് ആശുപത്രിയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച എന്ന് പറയുന്നത്. അതായത് കഴിഞ്ഞ ദിവസം കോഴിക്കോട് താമരശ്ശേരിയിലെ ആശുപത്രിയിൽ വെച്ച ഒരു ഡോക്ടറെ ഒരു രോഗിയുടെ പിതാവ് ആക്രമിക്കുന്ന ഒരു സംഭവം. അതായത് 2-3 ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട തന്റെ മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണപ്പെട്ട തന്റെ മകളെ കൊലപ്പെടുത്തിയത് ഈ ഡോക്ടറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരോഗ്യമന്ത്രിക്ക് അടക്കം ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിന്റെ പിതാവ് അക്രമാസക്തമാകുകയും വടിവാള് കൊണ്ട് ആ ഡോക്ടറെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത സംഭവം കഴിഞ്ഞ ദിവസമാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. ആരോഗ്യ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ആശുപത്രിയിലെ സംവിധാനങ്ങൾ ഉൾപ്പെടെ സുരക്ഷിതത്വമില്ല എന്ന് പറഞ്ഞു നിർത്തുന്ന സാഹചര്യത്തിലാണ് അതേ സാഹചര്യത്തിൽ മറ്റൊരു ആശുപത്രിയിൽ ഒരു ആത്മഹത്യയും ഒരു കൊലപാതകവും നടന്നിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ആശുപത്രിക്ക് അകത്തുള്ള ആളുകൾ എങ്ങോട്ട് വരുന്നു, എങ്ങനെ വരുന്നു, എന്ത് ചെയ്യുന്നു എന്നതിനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ അല്ലെങ്കിൽ ശ്രദ്ധ അത് വലിയ രീതിയിൽ കുറയുന്നു. അതുകൊണ്ട് തന്നെ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളാണ് സംഭവിക്കുക എന്നുള്ളൊരു സൂചന തന്നെയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. എന്തായാലും കരകുളം സ്വദേശിയായിട്ടുള്ള 60 വയസ്സുകാരിയായ ജയന്തി മരണപ്പെട്ടു എന്നത് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. കൊല ചെയ്യപ്പെട്ടു. ഭർത്താവിനാൽ ജീവൻ നഷ്ടമായി എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിരിക്കുകയാണ്. ഇനി ഇപ്പോൾ ഈ അപകടത്തിന്റെ ഭാഗമായിട്ട്, അതായത് സ്വയം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും 5ാമത്തെ നിലയിൽ നിന്ന് താഴോട്ട് ചാടുകയും ചെയ്ത ബാസുരേന്ദ്രന്റെ അവസ്ഥ എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള സൂചനയില്ല. എങ്കിൽ പോലും ആരോഗ്യനില അതീവ ഗുരുതരം തന്നെ എന്നുള്ള വ്യക്തതയിലേക്ക് അല്ലെങ്കിൽ സൂചനയിലേക്ക്
കാര്യങ്ങൾ എത്തുന്നുണ്ട്. കൈകാലുകളൊക്കെ ഒടിഞ്ഞ് വാരിയലടക്കം തകർന്നാണ് മനുഷ്യൻ താഴോട്ട് വീണിരിക്കുന്നത് എന്നുള്ളതാണ് വിവരം. ഈ സ്റ്റെയറിന്റെ മധ്യഭാഗത്ത് നിന്ന് താഴോട്ട് വീണതിന്റെ പാടുകളൊക്കെ ആ ഒരു സ്റ്റെയറിന്റെ താഴ്വശത്തായിട്ട് നമ്മൾ കാണുന്നതായിരുന്നു. അവിടെ ഒരു വലിയൊരു ഗർത്തം രൂപപ്പെട്ടിട്ടുണ്ട്. കാരണം അത്രമാത്രം വലിയ ആഘാതത്തിലാണ് അയാൾ താഴോട്ട് വീണിരിക്കുന്നത് എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൈകാലുകളും നട്ടലുകളും അടക്കം പൊട്ടിയ സ്ഥിതിയിലേക്കാണ്. എന്തായാലും അതീവ ഗുരുതരമായിട്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യനില മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് വിവരം. പോലീസ് സംവിധാനങ്ങൾ ഉൾപ്പെടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബന്ധുക്കളുടെ മൊഴി നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരം.